ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ചാവക്കാട് മണത്തലയിൽ പട്ടാപ്പകൽ മുഖമറച്ച് വീട്ടിലെത്തി വീട്ടമ്മയുടെ മുഖത്തേക്ക് രാസപ്പൊടി എറിഞ്ഞ കവർച്ചാ ശ്രമം. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻവശം ആലഞ്ചേരി വീട്ടിൽ സുജിത്തിന്റെ വീട്ടിലാണ് സംഭവം. സുജിത്തിന്റെ ഭാര്യ പ്രീജയുടെ ദേഹത്തേക്കാണ് രാസപ്പൊടി എറിഞ്ഞത്. ഇന്നുച്ചയ്ക്ക് 2:30 സംഭവം. ഇതേസമയം വീട്ടിൽ പ്രീജ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മുൻവശത്തെ വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടതോടെ സാധനങ്ങൾ വാങ്ങാനായി കടയിലേക്ക് പോയ ഭർത്താവാണെന്ന് കരുതി പ്രീജ വാതിൽ തുറന്നു. ഉടൻ തന്നെ മുഖമറച്ചെത്തിയ മോഷ്ടാവ് രാസപ്പൊടി എറിയുകയായിരുന്നു. എന്നാൽ പൊടി ദേഹത്തേക്കാണ് പതിച്ചത്. ഇതോടെ പ്രീജ നിലവിളിച്ച് പിൻവാതിലിലൂടെ പുറത്തേക്കോടി. ബഹളം കേട്ട അയൽവാസികൾ ഓടിയെത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല. തളർന്നു വീണ പ്രീജയെ ഉടൻ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ചാവക്കാട് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. മുഖം മറച്ചയാൾ കറുത്ത ടീഷർട്ടും ക്രീം നിറത്തിലുള്ള പാന്റുമായിരുന്നു ധരിച്ചിരുന്നതെന്ന് പ്രീജ പറഞ്ഞു. ചേട്ടൻ സാധനങ്ങൾ മേടിക്കാൻ പോയതപ്പോ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വെളിച്ചെണ്ണി മുളകൊക്കെ മേടിക്കാൻ പോയതായിരുന്നു. അപ്പൊ പെട്ടെന്ന് വാതിൽ കുട്ടിയപ്പോ ഞാൻ ചേട്ടനാച്ചിട്ട് വാതിൽ തുറന്ന വശം എന്റെ മുഖത്തേക്ക് ഒരു പിടി ഇങ്ങനെ മുളകും പൊടിയാണ് മുളക് തോന്നുന്നു ഇങ്ങനെ എറിഞ്ഞ വശന്റെ നെഞ്ചത്തും മേലൊക്കെ ആകെ നീറി. അപ്പൊ ഞാൻ ആകെ പേടിച്ചിട്ട് അകത്തേക്ക് ഓടി. ബാക്കിൽ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓടി ബാക്കിലേക്ക് ഓടിയിട്ട് ബാക്കിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുമ്പോഴേക്കും ആളെ എവിടെ പോയി എന്നറിയില്ല. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കാരണം ഞാൻ ആകെ തളർന്നു. മേലെ ആകെ നീറുമായിരുന്നു. പിന്നെ എല്ലാവരും കൂടി വന്ന് കുളിപ്പിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ പറഞ്ഞു മുളകും പൊടിയാന്ന് മുളകിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.